ഹലോ ഹായ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖമായിരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എന്താണെന്ന്, ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഫാഷൻ ഫ്രൂട്ട്. പിന്നെ എല്ലായ്പ്പോഴും കാണുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ ഈ ഫ്രൂട്ട്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ ഇതിൽ കുറവായതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അത് കറിവേപ്പില, ചക്കപ്പഴം അതിൻ്റെയൊക്കെ മരത്തിലൂടെ പടർന്നു പിടിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചില വീഡിയോസിലൊക്കെ പൂവൻകോഴിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവനൊന്ന് കാണിച്ചതാണ് കേട്ടോ. വീഡിയോയിൽ കണ്ടോ ഇപ്പോൾ ഒരു ഫ്രൂട്ട് പഴുത്തതായിട്ട് കാണുന്നു. കണ്ടപ്പോൾ പഴുത്തതായിട്ട് തോന്നിയിട്ട് പൊട്ടിച്ചു, പക്ഷേ നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ. താഴേന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ പഴുത്തതായിട്ട് തോന്നി. ഫ്രൂട്ടിൻ്റെ താഴ്ഭാഗം മഞ്ഞ കളർ കാണാണ്ട്, മുഴുവനായിട്ട് മഞ്ഞ കളർ ഇല്ല കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ടിന് വൈറ്റമിൻസ് ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും പിന്നെ വൈറ്റമിൻ B6, പിന്നെ പൊട്ടാസ്യം, കാൽസ്യം, കാർബണ്, അയണ്, മഗ്നീഷ്യം അങ്ങനെയൊക്കെ വൈറ്റമിൻസ് കുറേ അടങ്ങിയ ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. ഫ്രൂട്ട് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ മെസു. അങ്ങനെ 3 ഫ്രൂട്ട് കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. ഇനി ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ. വീഡിയോയിൽ കണ്ടില്ലേ കട്ട് ചെയ്തപ്പോൾ ഫ്രൂട്ടിൻ്റെ കളറ്. ഈ കളറ് കണ്ടാൽ അറിയാലോ ഫ്രൂട്ടിന് പുളിയാവുമെന്ന്. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ടിന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രൂട്ടിൻ്റെ മിക്സ് ഈ ഫ്രൂട്ടിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ കേട്ടോ കഴിച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സർവത്തും കായ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്തണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Like, comment, subscribe.